ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിടിലനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പൗഡറൊക്കെ ചേർത്തിട്ടുള്ളൊരു ബ്രോസ്റ്റ് പൗഡറും കാര്യങ്ങളൊന്നുമല്ല. ഒരൊറ്റ പൗഡറിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് SS എന്നൊരു ബ്രാൻഡിൻ്റെ ബ്രോസ്റ്റ് പൗഡറാണ്. ഈ ഒരു SS എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്സ് നമുക്ക് നമ്മുടെ മലപ്പുറം മീറ്റപ്പിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതിൽ പെട്ടതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് SS എന്നുള്ള ഈ ബ്രാൻഡ് പ്രോഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പലർക്കും പല ടൈപ്പിലുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ടിക്ക തന്തൂർ മസാലയും അതിൻ്റെ കൂടെ ബ്രോസ്റ്റ് പെപ്പർ ക്രിസ്പി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോസ്റ്റ് പൗഡറും ആണ് കേട്ടോ. ഈ രണ്ട് പ്രോഡക്റ്റാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബ്രോസ്റ്റ് പെപ്പർ ക്രിസ്പി യൂസ് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു പാക്കറ്റിൻ്റെ പുറകുവശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഡൗട്ടും കൂടാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റിയിലേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ, അതായത് 750 ഗ്രാം ചിക്കൻ, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കൻ നല്ലപോലെ കഴുകി എടുത്തിട്ട് ഞാൻ കുറച്ച് സോൾട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നോർമലി നമ്മൾ ബ്രോസ്റ്റ് ചെയ്യുമ്പം അതിലേക്കുള്ള ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കുക, കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെയ്യാം. ഇതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട ഇവിടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് 750 ഗ്രാമിലേക്ക് ഒരു മുട്ട മതിയാകും. പിന്നെ മറ്റൊരു ബൗളിൽ നമ്മുടെ SS എന്ന ബ്രാൻഡിൻ്റെ ബ്രോസ്റ്റ് പെപ്പർ ക്രിസ്പി പൗഡറും കൂടെ നമ്മൾ എടുക്കുകയാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ സോൾട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതിൽ നിന്നും എടുത്ത് മാറ്റി വെക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ്, ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല കേട്ടോ, മുട്ട മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മുട്ടയിൽ നല്ല പോലെ തന്നെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. എല്ലാ ഭാഗവും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. ശേഷം ഈ ഒരു പൗഡറിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു മുട്ടയുടെ നനവുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് അത് കോട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗിലേക്ക് ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഷേക്ക് ചെയ്തെടുത്താലും നന്നായിട്ട് തന്നെ കോട്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ നമ്മൾ മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കുക. ശേഷം ഈ ഒരു പൗഡറിൽ ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ മിനിമം ഒരു 45 മിനിറ്റെങ്കിലും വെച്ചിരിക്കുക. അതല്ല സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഒരു 30 മിനിറ്റ് വെച്ചിരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് കേട്ടോ നമ്മുടെ ആ ഒരു പാക്കറ്റിൽ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുമ്പോഴാണ് നമ്മളത് ഫ്രൈ ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 30-45 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ചൂടായിട്ടുള്ള ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊക്കെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായിട്ടുള്ള ഓയിൽ നമുക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ടത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്നത് എന്താ പറയുക കുക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള ഓയിലിലേക്ക് വേണം നമ്മുടെ ഈ ഒരു ചിക്കൻ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. എന്നിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പുറകുവശം മാത്രം അങ്ങ് ക്രിസ്പി ആയി പോയിട്ട് ഉള്ളിലേക്ക് വേവാതെ വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക, എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഫൈനലി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പെപ്പർ ക്രിസ്പി ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു SS എന്നുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു ബ്രോസ്റ്റ് പൗഡർ വെച്ചിട്ടൊന്ന് ബ്രോസ്റ്റ് തയ്യാറാക്കിയിട്ട് നോക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ, വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും വരാനില്ല, ആർക്കും ചെയ്തിട്ടെടുക്കാം. പിന്നെ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടേ വരുന്നുള്ളൂ ആ ഒരു പൗഡറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വലിയ എമൗണ്ടിന് ബ്രോസ്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണ് ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്